തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാങ്കേതിക തകരാറിനെ തുടർന്നെന്ന് DGCA. അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന MP-മാരുടെ വാദം എയർ ഇന്ത്യ തള്ളി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാർ ആവശ്യപ്പെട്ടു. 5 MP-മാർ ഉൾപ്പെടെ 160 യാത്രക്കാരെ 1.5 മണിക്കൂർ ആശങ്കയിലാക്കിയ ശേഷമാണ് ഇന്നലെ തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. WX റഡാർ തകരാറിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് എന്നാണ് DGCAയുടെ കണ്ടെത്തൽ. ഗ്രൗണ്ട് പരിശോധനയിൽ വിമാനത്തിന് ഒരു പ്രശ്നവും കണ്ടെത്തിയില്ല. സുരക്ഷിതമായാണ് വിമാനം ലാൻഡ് ചെയ്തതെന്നും വിലയിരുത്തൽ. കടുത്ത ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും വിമാനത്തിലുണ്ടായിരുന്ന MP-മാർ. അവർ സുരക്ഷാ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. വിമാനം തിരുവനന്തപുരത്ത് നിന്ന് ചെക്ക് ചെയ്യുമ്പം എഞ്ചിനീയേഴ്സ് ഈ സിഗ്നൽ ഫെയിലിയർ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കട്ടെ. ഉന്നതതല അന്വേഷണം നടത്തി നമ്മുടെ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം പരമാവധി നൽകുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റും DGCയും ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. വിമാനം ലാൻഡ് ചെയ്യാൻ നിർദ്ദേശം ലഭിച്ച ശേഷം റൺവേയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു വിമാനം അതേ റൺവേയിൽ ഉണ്ടായിരുന്നുവെന്ന് KC വേണുഗോപാൽ MP ആരോപിച്ചിരുന്നു. എന്നാൽ എയർ ഇന്ത്യ ഇത് നിഷേധിച്ചു. ഗോ എറൗണ്ട് പ്രക്രിയയാണ് നടന്നത്. ഇത്തരം സാഹചര്യം നേരിടാൻ പൈലറ്റുമാർ സജ്ജരാണെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു. മുഴുവൻ യാത്രക്കാരും പുലർച്ചെയോടെ തന്നെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിയിരുന്നു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.